വലിയവനായ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ഈ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്തൃദാസൻ ഡോക്ടർ ടി പി വർഗീസ് അവരോടും ലിലി ആൻറ്റി, അതുപോലെ തന്നെ സിസ്റ്റർ സാലി, എല്ലാവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ ദേവദാസി ഓർപ്പിച്ചതുപോലെ വളരെ രാത്രി മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. എന്നാലും ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് ഈ പറഞ്ഞ നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇവിടുന്ന് കരയാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിവില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കാരണം എനിക്കറിയാം ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടൊന്നും ഒരു കാര്യം പോലും നടക്കത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതിൻ്റെ പുറകിലൊരു വലിയൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഓരോ കോൺഫറൻസൊക്കെ എല്ലാവരും അമേസിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സോറി, ഞാൻ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ കരഞ്ഞെന്നൊക്കെ ഇരിക്കും, നിങ്ങൾ ക്ഷമിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ എപ്പോഴും ചോദിക്കും, കർത്താവേ നീ എന്നെ ഇതിനൊക്കെ ഉപയോഗിക്കുവാനുള്ള കാരണം ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ. കാരണം ഒരാത്മാക്കളെക്കുറിച്ചൊരു വലിയ ഭാരം വളരെ ചെറുപ്പത്തിൽ മുതലേ ദൈവം ആ ഒരു ഞങ്ങളുടെ പാസ്റ്റർ പറയും, യിരെമ്യാവിനെ പോലെ ഒരു കരയുന്ന, എപ്പോഴും കരച്ചിൽ മാത്രമേ ഉള്ളൂ, മറ്റു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും കഴിവില്ല, പക്ഷെങ്കിൽ എപ്പോഴും കരയുന്ന ഒരനുഭവം ഉള്ള ഒരു സഹോദരി എന്ന് മാത്രം നിങ്ങൾ എന്നെ കണക്കാക്കിയാൽ മതി. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ വലിയ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. റഷ്യന്തരാസിക്കോ ഉറമസിഹേതല ബസുത്തുറുമശന്തല കടകത്ത സത്തുറ ബൽബോര ഹസ്താനികടെ കൽക്കാ ജഗദം സുതോർഗിനെ രകത്തിൽ കുട സുത്തോ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവമക്കൾ ഹല്ലേലൂയ വളരെ ആത്മദാഹത്തോടെ പ്രിയ ലില്ലി ആൻറ്റി പറഞ്ഞതുപോലെ ഒരു സഹോദരി സൂസനെ കാണാനൊന്നുമില്ല, എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഹോഷിക്കത്തൽ കസന്തര. ദൈവം പറഞ്ഞിരിക്കുന്നു, 2-3 പേർ മാത്യു 18:20 എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അതിൻ്റെ മധ്യേ ഞാൻ വരും. ഇന്ന് ആഗ്രഹത്തോടെ കർത്താവേ സ്പീക്ക് ടു മീ ലോർഡ്, ഹല്ലേലൂയ, യൂസ് മീ ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷക്തർ, ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എത്ര വലിയതാണ്. ഈ മീറ്റിങ്ങിന് വേണ്ടി ഇതറിഞ്ഞ ദിവസം എന്നെ ഇതിനു വേണ്ടി വിളിച്ചന്ന് മുതൽ ഇതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സാലി സിസ്റ്ററും അതുപോലെ മറ്റ് പല സഹോദരിമാരെനിക്ക് എല്ലാവരുടെയും പേരെനിക്കിപ്പോൾ ഓർക്കുന്നില്ല, ലൈനിൽ കടന്നു വന്ന് ഞാൻ ഒരു കാര്യം അവരോട് പറഞ്ഞത്, സമയമാകുമ്പോൾ എന്നെ ഒന്ന് കൈ കാണിക്കും, ചിലപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോകും. ഞാൻ ഓർക്കുന്നത്, ഏതൊരു മീറ്റിങ്ങിനാണെങ്കിലും അതിൻ്റെ പുറകിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഞാനത് നല്ലപോലെ വിശ്വസിക്കുകയും അനുഭവിച്ചറിയും. ഞാൻ ഈ പ്രെയർ കോൺഫറൻസിന് വേണ്ടി 1 വർഷമായിട്ട് എവ്രി ഡേ പ്രാർത്ഥന. അതിനോടുകൂടി പ്രിയ സാലി പറഞ്ഞതുപോലെ ധാരാളം പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഒരുക്കി തന്നിരിക്കുക. ഇതെനിക്ക് എങ്ങനെ ഇത്രയും സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്? ബിക്കോസ് ദ ലോർഡ് ഈസ് ബിഹൈൻഡ് us. ദൈവം അതിൻ്റെ പുറയിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ 24 hours പോയിട്ട് 1 hour നടത്താനൊന്ന് ശ്രമിച്ച് നോക്കിക്കേ, നടക്കത്തില്ല. ദൈവം ഇതിൻ്റെ പുറകിലുള്ളതുകൊണ്ട് ദൈവാത്മാവ് എല്ലാം ജീവിതങ്ങളെ കൊണ്ടുവരികയും എന്ത് ചെയ്യണം, ഈ കോൺഫറൻസിന് വേണ്ടി ഞങ്ങൾക്ക് തനിയെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ദൈവാത്മാവ് ഓരോ വ്യക്തികളെ ഞാൻ എന്താ ചെയ്യേണ്ടി ഇങ്ങനെ പറഞ്ഞ് ഓടി വരുന്ന ജീവിതങ്ങളായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ സാലിയോട് പറഞ്ഞായിരുന്നു, നമ്മളിതിന് മുമ്പ് ഇതിനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് സാലി ഓർക്കുമായിരിക്കും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്കും അത് പറയുക. ചാൾസ് ഫിന്നി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, വലിയൊരു ഗ്രേറ്റ് ഇവാഞ്ചലിസ്റ്റ് ചാൾസ് ഫിന്നി എന്ന ദേവദാസൻ ഒരു സ്റ്റേജിലോട്ട് അദ്ദേഹം നടന്നിങ്ങോട്ട് വരുമ്പോൾ തന്നെ അവിടെ ഉള്ള ആൾക്കാർ താഴെ വീണ് റിപ്പൻറ്റ് ചെയ്ത് അവരുടെ പാപത്തെക്കുറിച്ചൊക്കെ അനുദപിച്ച് കരഞ്ഞ് ഭയങ്കര മാനസാന്തരവും അവിടെ വലിയ രോഗശാന്തി ശുശ്രൂഷയും ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിജീവിതം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ നാഷ്. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ നാഷ്. ആ ഡാനിയൽ നാഷ് എന്നുള്ള അതല്ലേ ഡാനിയൽ നാഷ്, അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചാൾസ് ഫിന്നി ഇപ്പം ഈ ടൊറോണ്ടോയിലോട്ടൊരു മീറ്റിങ്ങിന് വരുവാണെങ്കിൽ
ഒരു 2-3 ആഴ്ച മുമ്പ് ഡാനിയൽ നാഷ് ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്ന് അദ്ദേഹം ഇവിടെയുള്ള ചില ജീവിതങ്ങളെ 2-3 പേരെങ്കിലും കൂട്ടുപിടിച്ച് അവരോട് കൂടിരുന്ന് പ്രാർത്ഥിക്കും. ആ ദേശത്തിന് വേണ്ടി, ദേശത്തിന് മേലുള്ള അന്ധകാര ശക്തികളുടെ മേലൊക്കെ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. ഒരു പ്രാവശ്യം ഷിക്കാഗോയിൽ അദ്ദേഹം ഒരു മീറ്റിങ്ങിനായിട്ട് കടന്നു ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടെ ഒരു സാധുവായ ഒരു സ്ത്രീയുടെ ഒരമ്മച്ചിയുടെ വീട്ടിൽ ഇവർ 2-3 പേര് താമസിക്കാനായിട്ട് ചെന്നു. അവിടെ അവർ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അമ്മച്ചി നോക്കിയപ്പോൾ ഇവരൊരിക്കലും പുറത്തോട്ട് വരുന്നില്ല. എപ്പോഴും ഇവർ കഥ കടച്ച് കഴിക്കാൻ വരുന്നില്ല, ഒന്നിനും കാണുന്നില്ല, ഇവർ മുറിക്കാതിരിക്കുക. ഒരു ദിവസം അമ്മച്ചിക്ക് സംശയം തോന്നി, ശബ്ദം എന്തൊക്കെയോ കേൾക്കുന്നു. ആ ജനൽ തുറന്ന് ചെറുതായിട്ട് വെളിയിൽ നിന്നൊന്ന് നോക്കിയപ്പോൾ കണ്ടത് അവിടെ 3 പേര് അവിടെ ആ കഥമൊക്കെ അടച്ചിരിക്കുക താഴെ കിടന്ന് കരയുമോ. ഈ അമ്മച്ചിക്ക് അങ്ങ് ഭയമായി, ഇവർക്ക് എന്തു പറ്റി, ഇവരിങ്ങനെ കിടന്ന് കരയുന്നത്. ആ ചാൾസ് ഫിന്നി പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങളുടെ കൂടെ വന്നവർ ഞങ്ങളുടെ വീടൊക്കെ എടുത്തു, പക്ഷെ അവർ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നു, എന്താ കാര്യം? പാസ്റ്റർ ഒന്നും പേടിക്കണ്ട, അവർ ഈ വരാനിരിക്കുന്ന ക്രൂസൈഡിന് വേണ്ടി അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എന്ത് സംഭവിച്ചെന്നറിയാം? അദ്ദേഹം വരുമ്പോഴത്തേക്ക് ഭയങ്കര വിടുതലിൻ്റെ ശുശ്രൂഷ. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം നോക്കിക്കേ, ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടൊന്നും നടക്കത്തില്ല. എന്നാൽ അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ ഡാനിയൽ നാഷ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. എനിക്ക് തോന്നുന്നു ഹി വാസ് ഓൺലി 52 years അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ചാൾസ് ഫിന്നിയുടെ ബുക്ക് വായിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഒരൊറ്റ ക്രൂസൈഡ് മാത്രമേ ചാൾസ് ഫിന്നി ചെയ്തുള്ളൂ. ആ ക്രൂസൈഡ് വന്നപ്പോൾ അവിടെ യാതൊന്നും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ മാനസാന്തരം കുറച്ച് പേരൊക്കെ വന്നു, രക്ഷിക്കപ്പെട്ടു, കുറച്ച് പേര് സൗഖ്യമായി, പക്ഷേ വലിയ ശുശ്രൂഷകളൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ചാൾസ് ഫിന്നിക്ക് മനസ്സിലായി, ദിസ് ഷുഡ് ബി ദ ലാസ്റ്റ് കോൺഫറൻസ്. കാരണം ഇതിന് പിന്നിൽ ഇതുപോലെ വില കൊടുത്ത് നിൽക്കുന്ന ഒരു ജീവിതമില്ല. ഇനിയും ഈ കോൺഫറൻസ് നടത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം ആ ക്രൂസൈഡ് അവിടെ വെച്ച് തീർത്തു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പാസ്റ്ററിനെയും മറ്റു പലരെയും ഒക്കെ നമ്മൾ അവരിൽ നിന്ന് കേൾക്കുവാനൊക്കെ നമ്മൾ ആഗ്രഹിച്ചു വരും. എന്നാൽ ഇതിൻ്റെ പിന്നിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ പ്രെയർ ലൈനിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ആരും നിങ്ങളെ കാണുന്നില്ലായിരിക്കും. നിങ്ങളുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ഒരു ജീവിതത്തെയെങ്കിലും ആ കോൺഫറൻസിലോ ഏത് മീറ്റിങ്ങിലോ ആയിക്കോട്ടെ പാതാളത്തിൻ്റെ വക്കിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ശക്തിയുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര വലിയതായിരിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം ഈ ആലയത്തിലുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസത്തെ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ശബ്ദമൊക്കെ ഇച്ചിരി അടഞ്ഞിരിക്കുക. എന്നാലും ഞാനൊരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നല്ല പാട്ട് പാടുന്ന പാസ്റ്റർ ജെറിൻ്റെ വൈഫൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആത്മാവിൻ്റെ ഒരു ശക്തി ഇവിടെ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നദി പോലെ ഒഴുകേണമേ, ഉള്ളിൽ നിന്നൊഴുകേണമേ, നദി പോലെ ഒഴുകേണമേ, ഉള്ളിൽ നിന്നൊഴുകേണമേ, തളരുന്ന എന്നെ, പതറുന്ന എന്നെ ശക്തീകരിക്കണമേ. പാടിയാട്ട്. പതറുന്ന എന്നെ, തളരുന്ന എന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി വിട്ടുകൊടുത്താട്ട്. തളരുന്ന എന്നെ, പതറുന്ന എന്നെ ശക്തീകരിക്കണമേ. ശന്തല ബടബല ദൂരാകാര. ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിവർത്തിക്കേണമേ.
പരിവർത്തിക്കേണമേ, പരിവർത്തിക്കേണമേ. ഹല്ലേലൂയ റികന്ദര, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദര 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 ഹൂരാഘര സേരി ഗട ദല ദല ദര 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 നാരാഘനോ ലൂരാസകാന്തേരി ഗട ദലന്തര ഗട ഗട ദാര ലൂരാസകാരേരി ഗദന്തര ബടബ ശന്തല ദാര. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹൂറശാന്തല ബാബ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ആത്മാവിൻ്റെ ഒരു ശക്തിയുടെ ഒരൊന്തിലെ സുന്ദര ശാമ്പലതിലക ഒരവ തുലവ ശിഖോർവ അർപ്പുനദി കിംബേൽ പറകിട സൂത്തോറുകുടോ ഒറാന കിന്തല ബടവ ശൂന്തല ബറവ അർക്കാന ഗീന ഹേറെ കീലവ സന്ദേ. ആത്മാവിൻ്റെ ഒരു ശക്തിയുടെ വ്യാപരിക്കട്ടെ. തളരുന്ന ജീവിതങ്ങളെ, ഹല്ലേലൂയ, പതറുന്ന ജീവിതങ്ങളെ ഒരു ശക്തീകരിക്കുന്ന ദിവസമായി തീരട്ടെ. സ്വർഗീയ ശക്തിയുടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. മാനുഷികമായി കഴിയാത്തതിനെ ലന്തൂരി കേമറ സെക്കോ ഉറബല ബർബി ഖോറബ അറബല ബർബല ബറബ ഷോന്ദുരോ ഉറംബൽ ബടബല ബറബര ബർദൂരെ അദ ഖൂറബ ദിക്ക സന്ദേ ഊജാംബാരെ ഖിലെ ബാബ ഉറബലന്തര ബടബല ബൂദ ഖീരാ ഉറംബെ ഖോലോ ദോറോ ദോ ഉർകിന സിഖന്ദൽ ഖൂറ അജാനി കിന്ദലെ റുഡബ ഷോ ഊഡറെ കംബല സന്ദര ജലദ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. സകല അന്ധകാര ശക്തികളുടെ മേലെ ഞങ്ങൾ ജയമെടുക്കുകയാണ്. We plead the blood of Jesus, oh Lord. Cover us with your precious blood, oh Lord. Hallelujah. Thank you, Jesus, for your mighty presence in this place, oh Father. Hallelujah. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ ദൈവത്തെ രഹേദബറസന്ദ ഊറമനി ഖിലവ ഷോനക ദിക്കാരവദ ഓകുഡുർ ശിഖംബ സന്ദല ജരദ ഉടമന ബസിഖോരബെഡേ ഹേദാല ഊറംബാര സന്ദാദിക്കന ഓർ ശക്തീകരിക്കണമേ, തളരുന്ന എന്നെ, പതറുന്ന എന്നെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞാനൊരു വലിയ സബ്ജക്റ്റ് എടുത്ത് പ്രസംഗിക്കുവാനൊന്നും അല്ല. ദൈവം എന്നോട് ഇന്ന് രാവിലെ ഞാൻ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ
ഇവിടെ ശക്തനായ ദേവദാസന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ദേവദാസിമാരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, നീ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുവാനിടയാകണം. അനേകരിവിടെ വന്നിട്ടുള്ളവർ പല പ്രയാസങ്ങളിൽ കൂടെ അവർ ബന്ധിക്കപ്പെട്ട് അവർക്ക് മറ്റുള്ളവരോട് പറയുവാൻ പോലും കഴിയാതെ അവരുടെ ഉള്ളിൽ ഭാരങ്ങളുമായിട്ട് ഞരങ്ങി വന്നിരിക്കുന്ന അനേക ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു റോൾ ഓഫ് എ ക്രിസ്ത്യൻ വുമൺ ഒക്കെ പറയും. അവർക്ക് ഞാൻ പറയുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ പറയുവാൻ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. എന്നാൽ അതിനപ്പുറമായിട്ട് ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ദൈവാത്മാവിൻ്റെ ഒരു വലിയ ശക്തിയുടെ പ്രദർശനം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രോവേർബ്സ് 14:1. പ്രോവേർബ്സ് 14:1. ആർക്കെങ്കിലും മൈക്കുണ്ടെങ്കിൽ ഉറക്കെ വായിച്ചാൽ നല്ലതായിരുന്നു. ഇല്ലെങ്കിൽ സ്തോത്രം. ഒരാൾ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കണേ. ആമേൻ. A wise woman builds a house, but a foolish woman tears. A foolish woman. Let me read. The wise woman builds a house, but with her own hands the foolish woman tears hers down. ഒരു ഫൂളിഷ്. അപ്പം ഇന്ന് രാവിലെ കാലം നമുക്ക് ചിന്തിക്കുവാനായിട്ട്, നമ്മളൊരു വൈസ് വുമണായിട്ടാണോ? വൈസ് വുമൺ എന്ന് പറയുമ്പം നമ്മൾ ബിൽഡ്സ് അവർ ഹൗസ്, ബിൽഡ് ചെയ്യാനായിട്ട് ആർ യു എൻ ആർക്കിടെക്ട് ഓർ എൻ എൻജിനീയർ ഓർ എ കോൺട്രാക്ടർ? ഹൗ ക്യാൻ യു ബിൽഡ് എ ഹൗസ്? ഒരു വൈസ് വുമണായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീട് നമുക്ക് പണിയുവാനായിട്ട് കഴിയും? നമുക്ക് ഇന്നിവിടെ പുരുഷന്മാരും ചിലരൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളും പുരുഷന്മാരും ഉള്ള ഈ കോൺഫറൻസിൽ നമുക്കെങ്ങനെ ഒരു ഫാമിലി, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും എങ്ങനെ ഒരു ഫാമിലിക്ക് രണ്ടു പേർക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് ചേർന്ന് ഒരു വീട് പണിയുവാനായിട്ട് അവർക്ക് എങ്ങനെ കഴിയും? ഒരു കുടുംബം പണിയുവാനായിട്ട് എങ്ങനെ കഴിയും? ഒരു വൈസ് മാൻ ആണെങ്കിൽ ആ വൈസ് മാൻ വിൽ ബിൽഡ് ഹിസ് വൈഫ്. ദെൻ ദ വൈസ് വുമൺ വിൽ ബിൽഡ് എ ഹൗസ്, എ ഹോം, എ വൈസ് മാൻ. അപ്പം ചിലപ്പോൾ നമ്മൾ ചോദിക്കും, വാട്ട് യു ഷുഡ് ഡു? രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? നമ്മൾ every woman will have an expectation. When you marry, you will have an expectation of your husband. My husband should be like this, അങ്ങനെ ആയിരിക്കണം, മിടുക്കനായിരിക്കണം, അത് ചെയ്യണം, എന്നെ അതിന് ഹെൽപ്പ് ചെയ്യണം, എല്ലാം ഒത്തിരി എക്സ്പെക്റ്റേഷൻ കാണുമായിരിക്കും. പക്ഷേ കല്യാണം കഴിച്ചു വരുന്നുണ്ടേ ഞാൻ ഈ ചിന്തിച്ചതുപോലൊന്നുമല്ല, ഞാൻ വിചാരിക്കുന്ന പോലൊന്നും നടക്കുന്നില്ല, എല്ലാം നേരെ തിരിഞ്ഞുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്കങ്ങ് ആകെപ്പാടെ ഫ്രസ്ട്രേഷനും. അപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? അങ്ങ് നാഗിങ്ങാണ്. നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ നോക്കുന്നതെല്ലാം എപ്പോഴും കുറ്റം. കാരണം എന്തോ അറിയോ, നമുക്ക് വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് നമ്മൾ വന്നേ. പക്ഷേ ആഫ്റ്റർ യുവർ മാരേജ് യു ന്യൂ ദാറ്റ് ഹി ഈസ് നോ വേ നിയർ ദാറ്റ്, ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോഴത്തേക്ക് നമ്മുടെ സ്വഭാവം എന്താ? ഉടനെ അങ്ങ് നാഗ് ചെയ്യാൻ തുടങ്ങും. എ നാഗിങ് വുമൺ, വാട്ട് വിൽ ഹാപ്പൻ ടു എ നാഗിങ് വുമൺ? ദാറ്റ് ഡിസ്ട്രോയ്സ് ദ ഫാമിലി. വീട്ടിലെ സമാധാനം കളഞ്ഞ്, കുഞ്ഞുങ്ങളുടെ സമാധാനവും കളഞ്ഞ്. സോ ദാറ്റ് ഈസ് എ നാഗിങ് വുമൺ. ഷീ ടേഴ്സ് ഡൗൺ. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഫൂളിഷ് വുമൺ. ഷീ ഈസ് നോട്ട് helping to build that house, but instead that nagging woman, that she tears the house. But we don't want to be a foolish woman. We want to be a wise woman. So a wise woman should do, what should she do? She should find the strength point. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്ട്രെങ്ത് പോയിന്റ് കാണുമല്ലോ, സ്ട്രോങ് പോയിന്റ്സ്. അപ്പം ആ സ്ട്രോങ് പോയിന്റ്സ് എന്തോ കണ്ടുപിടിച്ചിട്ട് try to appreciate, try to build him up with that. ഓരോന്നിനും ഓരോ നല്ല നല്ല കാര്യം പറയുമ്പോൾ ഡോണ്ട് തിങ്ക് ഹീ വിൽ ബിക്കം ആൻ ഈഗോ മാനിയക്ക്, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നീ അങ്ങനെ കയറി അങ്ങ് പോകും. നോ 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 നോ, യു ക്യാൻ ജസ്റ്റ് എൻകറേജ്. യു ട്രൈ ടു എൻകറേജ് ഹിം. യു ട്രൈ ടു ഫൈൻഡ് സംതിങ് ഗുഡ്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഹസ്ബൻഡും നോക്കുന്നുണ്ടേ ഒരു കാര്യവും ഗുണമുള്ളതായിട്ട് ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അപ്പോൾ എന്താ ഹസ്ബൻഡ് ചെയ്യേണ്ടത്? ഹസ്ബൻഡ് ചില കാര്യങ്ങളെയും ചില നല്ല പോയിൻറ്റ്സ് അവളെ കണ്ടുപിടിച്ചിട്ട് യു ആർ എ ഗോഡ്ലി വുമൺ. പറയാമല്ലോ ഹസ്ബൻഡിന്, യു ആർ എ ഗോഡ്ലി വുമൺ. യു ആർ ഗുഡ് ഇൻ റേസിങ് അവർ കിഡ്സ്.
ഷീ ഈസ് വെരി ഗുഡ് ഇൻ അവർ ഫൈനാൻസ്. ചില സംഗതികളൊക്കെ പറയുമ്പം അങ്ങനെ ഒന്ന് എൻകറേജ് ചെയ്യുമ്പം അത്രയൊന്നും അല്ലായിരിക്കും വാസ്തവത്തിൽ. അപ്പം അവർ തന്നെ ഒന്ന് ചിന്തിക്കും, ഓ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ആയിത്തീരണമല്ലോ എന്ന് ആ സഹോദരിയുടെ ഉള്ളിൽ ഒരു ചിന്ത വരും. സോ ട്രൈ ടു അപ്രീഷിയേറ്റ് ഈച്ച് അതർ. ആ കുടുംബത്തിൽ ഒരു സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ഒരു വലിയ പീസ് ആ ഭവനത്തിൽ, ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആ സന്തോഷം അനുഭവിക്കാനായിട്ട് അവർക്ക് കഴിയും. ആ ഫാദറും മദറും ആ വീട്ടിൽ ദൈവദാസന്മാർക്കൊക്കെ സന്തോഷത്തോടെ കയറി വരാം. അവിടെ ഒരു പീസും ഹാർമണിയും എല്ലാം ഉള്ളൊരു ഭവനമായിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ വാക്യത്തിൽ കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഡോണ്ട് ബി ക്രിട്ടിക്കൽ ബട്ട് ടു ബിൽഡ് സംവൺ അപ്പ്. നമുക്ക് എല്ലാവർക്കും ഒരു തക്ക തുണയെ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. എന്നാൽ തക്ക തുണയെ ഒരുക്കി ആദാമിൻ്റെ മുമ്പിൽ ഒരുപാട് മൃഗങ്ങളെ എല്ലാം ദൈവം കൊണ്ടുവന്നു. അതിനെല്ലാം ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു, ഇതിലേതെങ്കിലും അവനൊരു തുണയായിട്ട് എടുക്കുമോ? ഓരോന്നോരോന്ന് വന്നു. ആന, കടുവ, പുലി, പൂച്ച എല്ലാം ഇങ്ങനെ പോയി. അപ്പം ഇതിലേതെങ്കിലും ആദാം ഒരു തക്ക തുണയായിട്ട് ആദാം എടുത്തില്ല. അപ്പം നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഇതുപോലുള്ള, ഞാൻ അൺമാരീഡ് ആയിട്ടുള്ളവരോട് പറയുക, നമ്മുടെ മുമ്പിലും ചിലപ്പോൾ ഇതുപോലുള്ള ചില കുതിര പോലുള്ളവർ, ചില ആന പോലുള്ളവർ, ചില നല്ല മയില് പോലുള്ളവർ, ചില നല്ല പ്രാവ് പോലുള്ളവരൊക്കെ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ വന്നെന്ന് വരാം. പക്ഷേങ്കിൽ തക്ക തുണയെ തരുന്ന ആരാ? തക്ക തുണയെ തരുന്ന ദൈവം. ആ ദൈവം തരുന്ന തക്ക തുണ. അബ്രഹാം ഇസഹാക്കിന് വേണ്ടി ഇളയാസറിനെ അയച്ചതുപോലെ, ആ ഇസഹാക്കിന് വേണ്ടി ഒരു തക്ക തുണയെടുക്കാൻ ഇളയാസറിനെ അയച്ചതുപോലെ, അതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ പല ജീവിതങ്ങൾ നമ്മുടെ മുൻപിൽ. ചിലപ്പോൾ അന്നേരം ഞാൻ ഈ പ്രയർ ലൈനിൻ്റെ ഇതിനകത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒത്തിരി പേര് വിളിച്ച് പറയാറുണ്ട് അവരുടെ ഓരോ പ്രശ്നങ്ങൾ. അവിടെ ചെന്നു, കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, 1 വർഷം 2 വർഷം ആകുന്നതിന് മുമ്പ് അവർക്ക് ഡിവോഴ്സ് ചെയ്യണം, അവർക്ക് വേണ്ട, ഇനിയും വേണ്ട. അപ്പം തക്ക തുണയ്ക്കായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ചെറുപ്രായം മുതലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി തക്ക തുണയെ ഒരുക്കി കൊടുക്കണമേ കർത്താവേ. ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയം തന്നെ ഞങ്ങളുടെ ഒരു യുവിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പറയും, സ്റ്റാർട്ട് പ്രേയിങ് ഫോർ യുവർ പാർട്ട്ണർ നൗ. ഐ ആം ഓൺലി 15 years old. ഇപ്പോഴേ പ്രാർത്ഥിക്കാനോ? What are they talking about? Yes, you have to pray. Then God will bring the right person at the right time to your lives. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തക്ക തുണയെടുക്കുവാൻ. എന്നാൽ ഈ തക്ക തുണ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുമോ? ദൈവം കൊണ്ട് തന്നതൊക്കെയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കുമോ? അങ്ങനെയുള്ള ജീവിതത്തിലും അല്ലാത്ത ജീവിതങ്ങൾ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് എവ്രി ഡേ അവരുടെ ഓരോ പ്രോബ്ലത്തിന് ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദേ നോ ഐ കീപ് തിങ്സ് വെരി കോൺഫിഡൻഷ്യൽ. സോ ദേ കോൾ മീ ഓൾ ദ ടൈം. സിസ്റ്റർ, ഈ വിഷയത്തിന് എനിക്ക് ലൈനിൽ പറയാൻ ഒക്കത്തില്ല, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പറയാറുണ്ട്. അപ്പം അതിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പം അവരുടെ ഫാമിലി ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്? ഞാനൊരു 7 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയാം. ഒന്നാമതായിട്ട്, നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നാവിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് പലപ്പോഴും പിശാച് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ലൈഫ് പാർട്ട്ണർ, ആരെങ്കിലും ആ ലൈഫ് പാർട്ട്ണറിൽ കൂടെ നമുക്ക് വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കും. അപ്പം നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്നേരം 2 പേരും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയമായിരിക്കാം, ചിലപ്പം രാവിലെ ആരാധനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുമായിരിക്കും. പിശാചിൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എന്താ? ഇവരുടെ തമ്മിലുള്ള, കാരണം ഇവർ 2 പേര് ഐക്യതയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പിശാചിനറിയാം. അപ്പോൾ അവരുടെ ആ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഇടർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം നമ്മൾ സംസാരിക്കുമ്പം അടുത്തിരിക്കുമായിരിക്കും 2 പേര് അപ്പുറവും അപ്പുറവും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഭർത്താവ് അങ്ങോട്ട് തൊട്ടടുത്തിരിക്കുവാണെങ്കിൽ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരാളിനോട് ഷൗട്ട് ചെയ്യുന്ന പോലെ അങ്ങ് ഉറക്കെ കിടന്നങ്ങ് സംസാരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അവരടുത്തടുത്തിരിക്കുക, അത് ശരിയാ, പക്ഷേ ഇവരുടെ മനസ്സുകൊണ്ട്
ഇവർ ദൂരെ മാറിയായിരിക്കുന്നത്. മനസ്സുകൊണ്ട് ഇവർക്ക് അടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മനസ്സ് അടുപ്പമില്ലാത്തത് കൊണ്ടാണ് ഈ അടുത്തടുത്ത് തൊട്ടടുത്തിരിക്കുവാണെങ്കിലും അവർ ഷൗട്ട് ചെയ്ത് രണ്ടുപേരോട് ദേഷ്യപ്പെട്ട് ഒക്കെ സംസാരിക്കുന്നത്. അതേസമയം ചില ന്യൂലി മാരീഡ് ആയിട്ടുള്ള ചില ദമ്പതികളെ നമ്മൾ നോക്കുവാണ്, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള വലിയ പ്രണയത്തിലിരിക്കുന്ന രണ്ടുപേരെ നോക്കുവാണെങ്കിൽ അവരടുത്തിരുന്നാൽ അവർ ചിലപ്പോൾ ഒന്നും സംസാരിക്കത്തേ ഇല്ല. അവർ രണ്ടുപേരും മുഖത്ത് നോക്കി. കാരണം എന്തറിയോ, അവരുടെ ഹൃദയം സംസാരിക്കുക. അവർക്ക് ആ സ്നേഹം അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുക. അതേസമയം ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷൗട്ട് ചെയ്യുന്ന ആ ഫാമിലിയിൽ നമുക്ക് കാണാൻ കഴിയും, ഇവരുടെ ഹൃദയം രണ്ടും രണ്ട് സ്ഥലത്തായിരിക്കുന്നത്, അടുത്തോട്ടേ വന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതാണ് നമ്മുടെ ഫാമിലി ലൈഫിനെ ടേർ ചെയ്യുന്ന, അതിനെ ദ ഫൂളിഷ് വുമൺ ടേഴ്സ് ദ ഫാമിലി ഹൗസ് എന്ന് പറഞ്ഞ പോലെ, അവിടെ ഒന്നാമത്തെ ഒരു കാര്യം നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് ഒന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം. ഇംഗ്ലീഷ് എടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷും വായിച്ചോ. ഒറ്റ മിനിറ്റ് ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിൽ തന്നെയും. ചാപ്റ്റർ 3 2-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു സിസ്റ്റർ. അത്രയും മതി. ഇനി തുടർന്നുള്ളതെല്ലാം നാവിനെ പറ്റി, അതൊന്നും വായിക്കാൻ സമയമില്ലാത്തതൊന്നും വായിക്കേണ്ട. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ. നിനക്ക് പ്രയാസം വരുന്ന രീതിയിലായിരിക്കും നിൻ്റെ സ്പൗസ് നിന്നോട് സംസാരിക്കുന്നത്, എന്നാലും കർത്താവേ എൻ്റെ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ എനിക്കൊരു കൃപ തരണമേ. അത് ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ കാര്യം നമുക്ക് അറിയാം, നമ്മുടെ നമുക്ക് പണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു തെറ്റുകൾ, ആ തെറ്റുകൾ സംഭവിച്ചു, അത് നേരത്തെ കഴിഞ്ഞു പോയ കാര്യമാണ്. പിന്നെയും ഒരു പ്രയാസം വരുന്നുണ്ട്, ഈ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ടുപേരുടെ ഭയങ്കര വഴക്കും, ഇതെല്ലാം കഴിഞ്ഞു പോയി. ഭർത്താവിൻ്റെ ജീവിതത്തിലാകാം, ഭാര്യയുടെ ജീവിതത്തിലാകാം. ഇത് ഞാൻ ഒരിടത്ത് വായിച്ചു കേട്ടത്, നമ്മുടെ കാലയിൽ ഒരു ബാൻഡേഡ്, ഒരു മുറിവ് എങ്ങാണ്ട് വീണു, അതെല്ലാം കരിഞ്ഞു, ഒരു ബാൻഡേഡ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചു. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു സമയം വരുന്നുണ്ട്, വേഗം ഈ ബാൻഡേഡ് ഇളക്കി കാണിക്കും, അതുണ്ടോ എൻ്റെ മുറിവ് കണ്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ മുറിവ് വീണ്ടും ആ മുറിവായിട്ട്, ആ ബാൻഡേഡ് അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അതിനെ വെക്കാതെ പിന്നെയും അതിനെ വലിച്ചിളക്കി, ഇടയ്ക്കിടയ്ക്ക് ഇത് ഒട്ടിക്കും, പിന്നെയും വലിച്ചിളക്കും. അങ്ങനെയുള്ള അനുഭവം വരുമ്പം പഴയ കാലങ്ങളിലുള്ള സംഭവങ്ങൾ, നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടിക്കലാക്കണം. ഇന്ന് രാവിലെ നമ്മളിവിടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയുന്ന ഒരു പ്രസംഗം കേൾക്കാനായിട്ടല്ല, എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഇതൊന്ന് അപ്ലൈ ചെയ്യുവാൻ എന്നെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ കർത്താവെ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അതും പറഞ്ഞുകൊണ്ട് വന്ന് ഒരു കലഹമുണ്ടാക്കി ആ ഫാമിലിയിൽ ഒരു ഡിസ്ഹാർമണി ഉണ്ടാക്കുവാൻ കർത്താവെ എന്നെ അനുവദിക്കരുത്. നമുക്കൊരു വാക്യം, നമ്മുടെ കർത്താവിൻ്റെ കാര്യം അറിയാം. കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നവൻ മാത്രമാണോ? കർത്താവ് നമ്മളെ അത് കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് മറക്കുകയും ചെയ്യും. നമ്മൾ പിന്നെ വേണേൽ പൊക്കിയെടുത്തോണ്ട് വരും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ അടുക്കും. പക്ഷെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കർത്താവ് അത് കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് ഹി ഫൊർഗീവ്സ് all our iniquities. ഒരു വാക്യം, Psalms 103 verses 11 and 12. Psalms 103 verses. ആമേൻ, സ്തോത്രം. മലയാളം അവൻ നമ്മുടെ ലംഘനങ്ങളെ, ഉദയം അസ്തം, ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഒരിക്കലും ചേരാൻ പറ്റത്തില്ല, ഇല്ലയോ? ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അവൻ നമ്മുടെ പാവങ്ങളെ പുറകിലേക്ക് എറിഞ്ഞേക്കുക. നമ്മുടെ പുറകിലുള്ളത് കാണാൻ പറ്റുമോ? അതുപോലെ കർത്താവ് ചെയ്തെങ്കിൽ ക്യാൻ വി ഓൾസോ ഡു ദ സെയിം തിങ്? നമ്മുടെ നിങ്ങളെ പാർട്ട്നേഴ്സ് ഒന്നും ഇവിടെ കാണത്തില്ല, പക്ഷെ നിങ്ങളായത് കേൾക്കാൻ വന്നിരിക്കുന്നത്. ക്യാൻ യു മേക്ക് എ ഡിസിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്?
ഗോഡ് ഹെൽപ്പ് മീ ടു ഡു ദാറ്റ്, ഹെൽപ്പ് മീ ടു ബി ലൈക്ക് ദാറ്റ് ഓ ഫാദർ. കർത്താവെ, പഴയ കാര്യങ്ങൾ പലതെന്നെ വേദനിപ്പിക്കുന്ന, അന്ന് അച്ചാച്ചൻ അങ്ങനെ പറഞ്ഞില്ലയോ, അന്ന് അത് അങ്ങനെ ചെയ്തില്ലയോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയല്ല. അതങ്ങ് വിട്ടേക്ക്. അതിനെ അങ്ങ് പൂർണ്ണമായിട്ട് കർത്താവ് നിന്നോട് ക്ഷമിച്ചെങ്കിൽ, കർത്താവ് അവരോട് ക്ഷമിച്ചെങ്കിൽ, കർത്താവ് വീണ്ടും അതിനെ എടുത്തുകൊണ്ട് വരുന്നില്ലെങ്കിൽ വിട്ട് കളയാനായിട്ട് ഒരു വാക്യം കൊണ്ട് വായിക്കാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 12. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 12. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുമോ? ഒരു തീരുമാനം എടുക്കാമോ? ഇവിടെ ഇരിക്കുന്നവർക്ക് ഒന്ന് കൈ പൊക്കാമോ? തീരുമാനം എടുക്കുന്നവർ എല്ലാവരും പൊക്കുന്നില്ല. ചിലരൊക്കെ അങ്ങ് കൈ താത്തു വെച്ചേക്കുക. കൈ ഒന്ന് പൊക്കിക്കേ, നന്നായിട്ട് പൊക്കിക്കേ. ആമേൻ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സ്പൗസിനോട് മാത്രമല്ല, നമ്മുടെ ചർച്ചിലുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ്, ചിലപ്പോൾ നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചവരായിരിക്കും. അവരോട് ക്ഷമിക്കാനായിട്ട് പറ്റുമോ? നമുക്ക് പറ്റുമോ? കൈ പൊക്കിക്കേ. സ്തോത്രം. നമുക്ക് ക്ഷമിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ഇവിടെ നിന്ന് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം കർത്താവെ എന്നിൽ കൂടി വ്യാപരിക്കണം. ഞാൻ ഈ കോൺഫറൻസിൻ്റെ സമയത്തിന് മുമ്പ് എനിക്കറിയത്തില്ല, എന്നെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് ഏതെല്ലാം വഴി കൂടെ അറ്റാക്സ് വന്നോ, എന്തെല്ലാം കാര്യം എന്താ അറിയോ, പിശാചിനറിയാം ഇവളെ ശരിക്കുള്ള ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഈ കോൺഫറൻസ് ഒരു വിജയമായി പോവും, ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം ദൈവത്തിലേക്ക് തിരിയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത്, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല, ഭയങ്കരമായ അറ്റാക്സ് പല വഴി കൂടെ, പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടെ ഒക്കെ വന്നു. പക്ഷെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർ പണ്ട് എനിക്കൊരു വാക്യം തന്നായിരുന്നു. ഞങ്ങൾക്ക് ബൈബിൾ സ്കൂളിൽ, അപ്പോൾ പ്രോവേർബ്സ് 30:5, ദൈവത്തിൻ്റെ വചനം തികവുള്ളത്, തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ. ദൈവം അങ്ങനെ, ഈ വാക്യം നിങ്ങളും വെച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമുക്കൊരു ഷീൽഡായിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഞാൻ നിങ്ങളോട് തീർച്ചയായും പറയുക, അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും, ഞാൻ കൈ പൊക്കി ഞാൻ ഇന്ന് ക്ഷമിക്കാൻ പോവാം, നോ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കണം. എനിക്കറിയത്തില്ല, ഞാൻ തന്നെ ഓർക്കും എനിക്ക് എന്താ വിഷമം വരാത്തത്, ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഓരോ അറ്റാക്സ് വന്നിട്ട് എനിക്ക് എങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നു? സമയത്തെല്ലാം ദൈവം പറയുക, മോളെ, ഞാൻ നിനക്കൊരു ഷീൽഡായിട്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുക. ആ ഷീൽഡ്, ദൈവം എനിക്കൊരു ഷീൽഡായിട്ടുണ്ടെങ്കിൽ ശത്രുവിനെ എന്നെ തോൽപ്പിച്ചു കളയാൻ. അപ്പോൾ നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമ്മൾ ഈ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പടിയും കൂടെ ആത്മീയമായിട്ട് ഉയരുവാൻ കർത്താവ് ഇടയാക്കുവാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഇനിയും അടുത്ത മൂന്നാമത്തെ, ഞാൻ 2 കാര്യം പറഞ്ഞല്ലോ. ആദ്യത്തെ നാവിൻ്റെ, രണ്ടാമത്തെ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ ഓരോ വേദനകൾ, അത് ഉയർത്തിക്കൊണ്ട് വരുന്നത്. മൂന്നാമത്, നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. എഫീഷ്യൻസ് ചാപ്റ്റർ 5. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതൊന്നും കൂടെ ചിന്തിക്കുമ്പം നല്ലതായിരിക്കും എനിക്ക് തോന്നി. എഫീഷ്യൻസ് ചാപ്റ്റർ 5, നമുക്ക് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട്, അതിൻ്റെ ഒരു വാക്യം, അതിനകത്ത് മുഴുവനും കുടുംബത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ 22 തുടങ്ങിപ്പം, ഒരു മിനിറ്റ്, 22 തുടങ്ങി വായിച്ചോ. സ്തോത്രം. അടുത്തുകൊണ്ട് വായിക്കണം, ഒരു മലയാളത്തിലും കൂടെ വായിച്ചോ. അത്രയും മതി. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാവുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം
മുതലായതൊന്നുമില്ലാതെ സഭയെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാവുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ബന്ധം ഇവിടെ കാണിച്ചിരിക്കുന്നത്, അന്യോന്യം ക്ഷമിക്കുവാൻ, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാൻ. അവിടെ ഒരു കാര്യം കാണുന്നത്, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള റിലേഷൻ എന്തുപോലെയാണെന്നറിയോ? തലയും ശരീരവും തമ്മിലുള്ള റിലേഷൻ പോലെ. തലയും ശരീരവും. ഭാര്യയുടെ തല ഭർത്താവ്, ഭർത്താവിൻ്റെ തല ക്രിസ്തു. അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവ് ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം തലയും ശരീരവും. ഒരു ശരീരത്തിന് ഒരു തലയുണ്ട്. അപ്പം തല പോകുന്നിടത്തേക്ക് അല്ലാതെ ശരീരം ഇവിടെ നിൽക്കാൻ പോവാ, തല അങ്ങ് പോയിക്കോ പറയാൻ പറ്റൂല്ല. തല ശരീരം തലയുടെ കൂടെ പോകും, ഇല്ലയോ? എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഇപ്പോൾ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ ഉടനെ തല പറയും, എൻ്റെ കാലേ മുള്ളുകൊണ്ട്, ഉടനെ അതിനെ കെയർ ചെയ്യുന്ന ഒരു തല. അതുപോലെ തന്നെ എൻ്റെ കണ്ണിലൊരു പൊടി പോയി കഴിഞ്ഞാൽ ഉടനെ തല. ഇങ്ങനെ ഓരോ ശരീരത്തിനു വേണ്ടിയാണ് തല ഇരിക്കുന്നത്, ഇല്ലയോ? ശരീരത്തിൻ്റെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ തല ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ ശരീരത്തെ തല എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയും എന്താണ് ഈ തല പറയുന്നു, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് പോവാം, നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് രണ്ടുപേരും കൂടെ തമ്മിൽ എഗ്രി ചെയ്ത് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു തലയും ശരീരവും പോലെ അങ്ങനെ ഉള്ളൊരു ജീവിതമാണെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. അതാണ് മൂന്നാമത്തെ കാര്യം, അന്യോന്യം ക്ഷമിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ അന്യോന്യം കെയർ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഫാമിലിയിൽ ഭർത്താവ് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം ജോലിയൊക്കെ നല്ല സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഭാര്യ വരുമ്പോഴത്തേക്ക് ഒരാൾ അങ്ങോട്ടും പോയി, ഒരാൾ ഇങ്ങോട്ടും പോയി, അവർക്ക് ഇഷ്ടമുള്ള സംഗതിയും പോയി. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എന്നെ വിളിച്ചപ്പം ഞാൻ ചോദിച്ചു, ആ സിസ്റ്റർ ജോലി അങ്ങ് എപ്പോഴും 2-3-4 ദിവസം കണ്ടിന്യൂസ് വർക്കാണ്. ഹസ്ബൻഡ് അവിടെ പിന്നെ എന്തോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൊച്ചു മോളുണ്ട്, 11 വയസ്സുള്ള മോള് ആരും വീട്ടിലില്ല. അവൾ തന്നെ ഒരു TV-യുടെ മുമ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അവൾ കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളൊരു ജീവിതം. അവസാനം എന്താ പറ്റി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം അവിടെയൊന്നുമില്ല. എല്ലാം പാക്ക് ചെയ്തെടുത്ത് പുള്ളി അങ്ങ് പോയി. എവിടോട്ട് പോയി എന്നും അറിയത്തില്ല. എന്നെ വിളിച്ചതാ, പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാ. ഇറങ്ങി അങ്ങ് പോയി. ഞാൻ വെച്ചു കുഞ്ഞുമായിട്ടൊന്നും പുള്ളിക്കൊന്നും റിലേഷനൊന്നുമില്ല. രണ്ടുപേരും അവർ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നുള്ളതല്ലാതെ തമ്മിൽ ഒരു റിലേഷനുമില്ല. അതുപോലെ വേറൊരു വീട് ഞാനിങ്ങനെ ഇടയ്ക്ക്, ഞാൻ പേരൊന്നും പറയാത്തതുകൊണ്ട് നിങ്ങൾ അറിയത്തില്ലല്ലോ ആരാണ്, ഏത് സ്ഥലമാണ്, ഏത് രാജ്യമാണെന്ന് പോലും അറിയത്തില്ല. വേറൊരു സഹോദരി, 2 കൊച്ചു പിള്ളേർ, 5 വയസ്സിന് താഴെയുള്ള 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഉള്ള ഒരു സഹോദരിയാണ്. അവർ രാവിലെ എന്നെ വിളിക്കുമോ, ഞാൻ ഓഫീസിൽ ഈ സമയത്ത് കരഞ്ഞു സിസ്റ്റർ 1 മിനിറ്റ് ഒന്ന് ആൻസർ. പ്രെയർ കോൺഫറൻസ് കഴിഞ്ഞ് വന്നപ്പോൾ മുതലേ വിളിയാ എന്നെ. ഞാൻ ചോദിച്ചു എന്താ കാര്യം, പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കുടിക്കുമായിരുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ അങ്ങ് ദേഷ്യപ്പെടും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ വീട്ടിലുണ്ട്, നോക്കിക്കോണേ. ആ മദർ കൂടിരുന്ന് മദർ ഇൻ ലവ് എന്നാണ് ഞങ്ങളുടെ പാസ്റ്റർ എപ്പോഴും പറഞ്ഞത്. സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അമ്മയായിരിക്കണം. ഈ വീട്ടിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഹസ്ബൻഡ് ഒരു ദിവസം രാത്രി പോയിട്ട് ഒത്തിരി ലേറ്റായിട്ട് വന്നപ്പോൾ ഈ വൈഫ് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ കുടിക്കാൻ പോയിരിക്കുമായിരുന്നില്ലയോ? അപ്പോൾ അയാൾക്കങ്ങ് ദേഷ്യം വന്നു. അയാളെന്താ കൈ ഇരുന്ന വെള്ളം എടുത്ത് അവൾ മുഖത്തോട്ട് ഒഴിച്ചു കൊടുത്തു. മുഖത്തോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് അവൾക്കങ്ങ് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, ഇനി എൻ്റെ മുഖത്ത് വെള്ളം, ഇനി എന്നെ തൊടല്ലെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ മദർ പറഞ്ഞു, എടാ 2 കൂടെ വെച്ചു കൊടുക്കുക അവൾക്ക് ആവശ്യമാണ്. അല്ലെങ്കിലും അവൾക്ക് ഈ ഇടയായിട്ട് നിന്നോട് ഒരു സ്നേഹവും ഇല്ല. നോക്കിക്കേ, പറഞ്ഞു കൊടുക്കും അമ്മ. ഇവൻ അവിടെ ഇരുന്ന് ഏതാണ്ട് പൊടിയെടുത്ത് എൻ്റെ തലയിലോട്ട് ഇട്ട് കൊടുത്തു. അവൾ, ഞാൻ പോലീസിനെ വിളിക്കും, നീ വിളിക്കുമോ എന്തോ വെച്ചത്, ഒരു പ്രോബ്ലം ഇല്ല. അമ്മയും പറഞ്ഞു വിളിച്ചോ. ആ കൊച്ചു പോലീസിനെ വിളിച്ചപ്പോൾ എന്തോ പറ്റി, പോലീസ് വന്നു കഴിഞ്ഞോടനെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തു, നിങ്ങളാരും ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല, ഇവിടെ ഉള്ളവരൊന്നും അല്ല, ആരും ഇതാരായിരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട, വേറൊരു രാജ്യത്തുള്ള ഒരാളാണ്. പോലീസ് വന്നോടനെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തു, ഇവളെ ഒരു കത്തിയെടുത്ത് എന്നെ കുത്താൻ വന്നെന്ന്. അമ്മയും പറഞ്ഞു, ഇവള് ഉപദ്രവിക്കാൻ കത്തിയെടുത്തു. പോലീസ് പിടിച്ചോണ്ടൊന്നും പോയില്ല. പോലീസ് എന്തേന്നറിയോ, ഈ 2 പിള്ളേരെ പോലീസ് പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് സേഫ് ടു ലീവ് ദിസ് ചിൽഡ്രൻ വിത്ത് യു. നിങ്ങൾ 2 ഭയങ്കര ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നവരുടെ ഈ കുഞ്ഞിനെ ഞങ്ങളും കൊണ്ടുപോവാം. ഈ കൊച്ചു വർത്താനം പോലും പറയാൻ അറിയാമേത്ത കൊച്ചു കുഞ്ഞ്, 2 വയസ്സും 3 വയസ്സും ഒക്കെ ഉള്ള കൊച്ചു പിള്ളേർ പറയുക, ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോവാം, ഈ കുഞ്ഞുങ്ങളെ. അന്നേരം ഇവർക്ക് ബോധം വന്ന് 2 പേരുടെ കരഞ്ഞു വിളിച്ച്. അവർ കാത്തലിക്സും ഒക്കെയാണ്.
അവർ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ എന്തോ ചെയ്യേണ്ടി, ഇങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി ഞങ്ങൾ എന്തോ ചെയ്യും, അവരെവിടെ, ഇപ്പം രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്, എന്തോ ചെയ്യാനൊക്കും. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് മനസ്സിലായ ദൈവം ഇവരെ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ്. അപ്പോൾ അവരവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോകാൻ മതി. അപ്പം നാളെ വരും, നാളെ വന്നിട്ട് ഈ കുഞ്ഞിനങ്ങളെ രണ്ടിനെയും കൊണ്ടുപോകാനായിട്ട് അവർ തീർച്ചപ്പെടുത്തി വെച്ചിരിക്കുക. എല്ലാം പറഞ്ഞു, നിങ്ങളുടെ കൂടെ നിർത്തത്തില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇനി പ്രാർത്ഥിച്ച് അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു. അവർ രണ്ടുപേരും ദൈവത്തെ സ്വീകരിച്ചു. അടുത്ത കോൺഫറൻസ് ഞങ്ങൾ വരുമെന്ന് ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കുക എന്നോട്. കുടുംബമായിട്ട് മദറും എല്ലാവരും ഒരുമിച്ച്. സിസ്റ്റർ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചിരിക്കുക, ഹസ്ബൻഡും വൈഫും. നോക്കിക്കേ, അവിടെ വലിയൊരു അത് നമ്മളപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ വഴക്ക് അന്നേരം ആ ദേഷ്യത്തിന് ആ പുള്ളിക്കാരി പോലീസിനെ കയറി വിളിച്ചതാണ്. വന്നപ്പോഴത്തേക്ക് തിരിഞ്ഞായി. അപ്പോഴത്തേക്ക് പറഞ്ഞു, ഞങ്ങൾ പിന്നെ പോലീസിനും അവരോടെല്ലാം പറഞ്ഞു. അവരെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസുകാരാണ് വന്നേ. അവരോട് പറഞ്ഞു, ഇപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെല്ലാം ഓക്കെ ആണോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഭയങ്കര സ്നേഹം. അങ്ങനെ അവർക്ക് എന്തായാലും അവർ അതിനകത്തുനിന്ന് അവരെ വിടുവിക്കാനിടയായി. അപ്പം അന്യോന്യം, നാലാമത്തെ പോയിന്റ്, അന്യോന്യം കെയർ ചെയ്യുന്നവരായിരിക്കണം. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുവാൻ, കരുതുവാൻ, ഹസ്ബൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തോ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുവാൻ, എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ, അന്യോന്യം കെയർ ചെയ്യുവാൻ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം വലിയ ഇമ്പോർട്ടൻ്റാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ. ഒരു മോനാണെങ്കിൽ എപ്പോഴും അവൻ്റെ അപ്പനോട് കൂടെ, അപ്പൻ്റെ അടുത്ത്, അപ്പൻ ഒത്തിരി ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നൊക്കെ ആളായിരിക്കാം, പക്ഷേങ്കിൽ അപ്പൻ്റെ കൂടെ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആ മോൻ ഒത്തിരി ആഗ്രഹിക്കും. അപ്പൻ്റെ കൂടെ ഒരുപാട് സമയം അങ്ങ് പിക്നിക്കിനൊന്നും പോകണമെന്നില്ല, പക്ഷേ കുറച്ച് സമയം സോളിഡ് ടൈം ആ കുഞ്ഞ്, നമ്മൾ വലിയ തിരക്കാണ്, നമുക്ക് ഭയങ്കര തിരക്ക് പിടിച്ച് ഓടുന്നവരാണ്, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് സമയം അവർക്ക് വേണ്ടി, മേ ബി അവരുമായിട്ടൊരു ഐസ്ക്രീം കഴിക്കാനായിരിക്കാം, മേ ബി ഒരു ഗെയിം കളിക്കാനായിരിക്കാം, എന്തെങ്കിലും ആ കുഞ്ഞിനെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ ആ കുഞ്ഞിന് വലിയ സന്തോഷമായിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ എഫിഷ്യൻസി പറഞ്ഞിരിക്കുന്ന പോലെ കുടുംബത്തിൽ അന്യോന്യം കെയർ ചെയ്യുവാൻ, അവർക്ക് തമ്മിൽ ഒരു സ്നേഹം, ഒരു ഐക്യത. അങ്ങനെ വരുമ്പം ഹസ്ബൻഡിന് വൈകിട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ കാത്തിരിക്കുന്നു. അല്ലാത്ത ഹസ്ബൻഡ് പറയും, ഓ അവിടെ ചെന്നാൽ മുഴുവൻ നേരം വഴക്ക്, അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കി, ഞാൻ പോകുന്നില്ല, ഞാൻ എവിടെ കാണും ഇരിക്കാം, പുള്ളി വേറെ ഏതെങ്കിലും വഴിയിലോട്ട് പോകും. ഭാര്യ ഓർക്കും, അവിടെ ചെന്ന് കഴിയുമ്പോഴേ തുടങ്ങും, ഞാൻ വല്ല കടയിലൊക്കെ കയറിയിട്ട് പതുക്കെയൊക്കെ പോവാം. നോക്കിക്കേ, തമ്മിൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നൊരു കുടുംബമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കുടുംബത്തിൽ സമാധാനം, സന്തോഷമുണ്ടാക്കുവാനായിട്ട്. ഞാൻ വേഗത്തിൽ പോട്ടെ, 5-ാമത്തെ കാര്യം കൊണ്ട് ഞാൻ പറയട്ടെ. 5-ാമത്തെ കാര്യം, നമുക്ക് ദേഷ്യം വരുമ്പം അതിനെ യു ഷുഡ് ബി സ്ലോ ടു ആങ്കർ. ആ ഷൗട്ട് നോക്കിക്കേ, ഒരാളോട് 2 രീതിയിൽ ഒരാളോട് സംസാരിക്കാൻ കഴിയും നമുക്ക് എത്രയൊക്കെ ദേഷ്യം വന്നാലും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, സൂസൻ ആൻറ്റി അവിടെ വന്ന് കോൺഫറൻസ് പറയാം, സൂസൻ ആൻറ്റി എങ്ങനെയായി ചിരിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നത്. നമുക്ക് എത്ര അവിടെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടും, പക്ഷേ ദേഷ്യപ്പെട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പോയാൽ അവർക്ക് അതിനേക്കാളും ദേഷ്യം വരും നമ്മളോട്. അതേസമയം നമ്മൾ സ്നേഹത്തോടൊരു വഴക്കാന്നേലും ഒരു കൊച്ചടി കൊടുക്കുവാണെങ്കിലും സ്നേഹത്തോടെ ചെയ്യാനായിട്ട്, അതിനൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. സ്നേഹത്തോടെ നമുക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കുക, അതൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ആ ഹോട്ട് ടെമ്പർ, പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ എടുത്തു പിടിച്ച് പറയുന്ന സ്വഭാവം, കർത്താവെ എനിക്ക് അതിൻ്റെ മേലൊരു വലിയ ജയം തരണം, എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുവാനായിട്ട് കർത്താവെ നീ എനിക്ക് സഹായിക്കണം. അവരെ ചുറ്റുപാടുമുള്ളവരെ ഒന്നും ചിലപ്പോൾ നോക്കിയെന്ന് വരത്തില്ല, പെട്ടെന്ന് ചാടി കയറി ദേഷ്യപ്പെട്ട് പറയുന്നൊരു സ്വഭാവം, അത് വളരെ കൂടുതലും പുരുഷന്മാർക്ക് അങ്ങനെയുള്ള സ്വഭാവം ഉള്ളത്. അവർക്ക് ഭാര്യമാരെ വളരെയധികം ഹേർട്ട് ചെയ്യുകയും അവർക്ക് ഒത്തിരി വിഷമം, ചിലപ്പോൾ ഭാര്യമാരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എന്തു തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനത്തെ ആ ദേഷ്യ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുവാൻ, അരിശത്തോടുകൂടി മറ്റൊരാളിനോട് സംസാരിക്കുവാൻ ഇടയാക്കരുതേ, നമുക്ക് സൗമ്യതയോടുകൂടി പറയുവാനായിട്ട്. നിങ്ങളുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കുവേൻ എന്ന് പറഞ്ഞിട്ടില്ലേ വചനത്തിൽ, മരിപ്പിക്കാൻ. അപ്പോൾ ഒരു ഡെഡ് ബോഡി ആണെന്നിരിക്കുന്നെങ്കിൽ ആ ഡെഡ് ബോഡി എന്തെല്ലാം ചെയ്താലും അതിന് ഒരനക്കവും, അതിൻ്റെ പുറത്തൊരു വലിയൊരു ഭാരം കൊണ്ടുവച്ചാലും അതിന് ഒരനക്കവും കാണത്തില്ല, ഇല്ലയോ? അപ്പം നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവം, കർത്താവേ എൻ്റെ ജഡത്തിൻ്റെ, എല്ലാ ദിവസവും നമ്മൾ ദൈവത്തോട് ഒരു ദിവസം പറഞ്ഞേച്ച് ഇന്ന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എവ്രി ഡേ വി നീഡ് ടു ക്രൂസിഫൈ അവർ ഫ്ലഷ്. നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവം, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. കർത്താവെ എൻ്റെ ജഡത്തെ പൂർണ്ണമായിട്ട് ക്രൂശിക്കുവാൻ കർത്താവെ ഒരു കൃപ നൽകണം.
അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഒരു ദിവസം നോക്കണം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഇനിയും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് പിശാചിനെ നോക്കിയിരിക്കും. നീ സെമിനാറെല്ലാം കഴിഞ്ഞിട്ട് വന്നതല്ലയോ, നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഉടനെ തന്നെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം കയറി നമ്മൾ അവിടെ കർത്താവേ സ്തോത്രം 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 ആ ഉള്ളിൽ അങ്ങ് ആത്മാവിൽ അങ്ങ് പ്രാർത്ഥിക്കണം. കർത്താവേ Lord, I need your grace. I need your grace, oh Father. Help me to be quiet, oh Father. Help me to be quiet. അതിനകത്തൊന്ന് മിണ്ടാതിരിക്കാനായിട്ട് ഒരു കഥ ഞാൻ പെട്ടെന്ന് ഓർത്തത്, കഥയല്ല സംഭവമാണ്. ഒരു ഭർത്താവ് ഏത് നേരവും ആ ഭാര്യ എന്ത് ചെയ്താലും അയാൾക്ക് കുറ്റമാണ്, വഴക്ക് പറഞ്ഞ് അയാളങ്ങ് ദേഷ്യപ്പെട്ട് അന്നേരം ഇവർ നോക്കുന്നുണ്ടെ ഷീ ഡസൻ സ്പീക്ക് എ വേർഡ്, ഒന്നും അവൾ പറയത്തില്ല. അവൾ മിണ്ടാതിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇയാൾ ഇറങ്ങി പോകുമ്പോൾ ഇവരവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഇയാൾ വിചാരിച്ചു ഇന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഇവളെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ശരിക്കും അങ്ങ് കുറേ പറഞ്ഞിച്ച് അയാൾ വിചാരിച്ചു എനിക്കൊന്ന് കാണണം, ഇവൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. അയാൾ വീടിൻ്റെ മുമ്പിൽ കൂടെ പോയിട്ട് അയാൾ പുറയിലത്തെ ഡോറിൽ കൂടെ പതുക്കെ കയറി വന്നു, ഇവളെ ഒന്ന് കാണാൻ എന്താ ചെയ്യാൻ പോകുന്നത്. നോക്കിയപ്പോൾ എന്താ അറിയോ, ഈ സ്ത്രീ മുട്ടുകുത്തിയിരുന്ന് കർത്താവ് പറഞ്ഞു, കർത്താവേ എന്താ എൻ്റെ കുറവ്, ഇനി ഞാൻ എന്താ എന്നിൽ ക്രമീകരണം വരുത്തേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു ഓ ഫാദർ? ഹെൽപ്പ് മീ ടു ഹംബിൾ മൈസെൽഫ്. ഇവിടെ അങ്ങ് കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ഭർത്താവിന് ദേഷ്യം വരാത്ത രീതിയിൽ എന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണേ കർത്താവേ എന്ന് പറഞ്ഞ് ഇവള് പ്രാർത്ഥിക്കുന്ന കേട്ടപ്പം ഈ ഭർത്താവ് അയാളങ്ങ് പൊട്ടിക്കരഞ്ഞു. അയാളായിട്ട് ഉപദ്രവിച്ച് ഭയങ്കരമായിട്ട് ചേതച്ച് പോയ മനുഷ്യനാണ്. പക്ഷെങ്കിൽ തിരിച്ചു വന്നപ്പോഴും അവൾ പറയുക, ദൈവമേ എന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണമേ, എൻ്റെ കുറവെന്താ, എനിക്ക് എന്താ ക്രമീകരണം വരുത്താനായിട്ട് കഴിയുന്നത്? ആ ഭർത്താവ് അന്നു മുതൽ അയാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അയാൾ കടന്നു വന്ന് താഴ്ത്തി. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സ്മിത്ത് വിഗിൾസ്വർത്ത്. എത്ര പേര് കേട്ടിട്ടുണ്ട് സ്മിത്ത് വിഗിൾസ്വർത്ത്? ഗുഡ്. അപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ കാര്യം ഞാൻ വായിച്ചത്, ഞാൻ ഒരാളുടെ കാര്യം പറയാം. ഒരു ഭാര്യ അവർ ചർച്ചിൽ പോകാൻ സമ്മതിക്കത്തില്ല, വേദപുസ്തകം വായിക്കാൻ സമ്മതിക്കത്തില്ല, എപ്പോഴും വഴക്ക് അയാൾ. പക്ഷേ ഈ സഹോദരിക്ക് ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പോകാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു ദിവസം അവൾ ആരാധനയ്ക്കൊക്കെ പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക്, ഒരു മിനിറ്റ്, അവൾ തിരിച്ച് അവൾ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ ഡോറെല്ലാം അങ്ങ് ക്ലോസ് ചെയ്ത് വെളിയിൽ നിൽക്കുക. ഭയങ്കര എനിക്ക് സ്കോട്ട്ലൻഡ് ആണോ ഏത് സ്ഥലമാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഭയങ്കരമായിട്ട് സ്നോ പെയ്യും അവിടെ. ഇവർക്ക് അകത്തോട്ട് കയറാൻ വയ്യ, ഇയാൾ കതവ് തുറന്നു കൊടുക്കത്തില്ല. അവർ എന്തെല്ലാം ബെല്ലൊക്കെ അടിച്ചിട്ടൊന്നും ഇയാൾ കതവ് തുറക്കത്തില്ല, നീ അവിടെ തന്നെ നിൽക്കുക ആ സ്നോയ്ക്കകത്ത്. ആ സ്ത്രീ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് അകത്ത് കയറാൻ പറ്റും? ദൈവം പറഞ്ഞു, ദൈവം അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഷീൽഡ് പോലെ. രാവിലെ കതവ് തുറക്കുമ്പോൾ ഒരു ചീറ്റപ്പുലിയെ പോലെ ചാടി അങ്ങോട്ട് കയറി ആക്രമിക്കാനായിട്ടല്ല. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം ആളെ, നീ അകത്ത് സന്തോഷത്തോടെ കയറി ചെന്നിട്ട് യു മേക്ക് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് യു ക്യാൻ മേക്ക് ദാറ്റ് ഹീ ലൈക്സ്. ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ദൈവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാത്രി മുഴുവൻ ആ തണുപ്പത്ത് നിർത്തിയ ആ പെണ്ണിനോട് ദൈവം പറയുക. ബട്ട് ഷീ അഗ്രീഡ്. രാവിലെ അയാൾ പേടിച്ച് വന്ന് ഇനി അവിടെ ഉണ്ടോ എന്തോ അയാൾ പേടിച്ച് വന്ന് കതവ് തുറന്നു നോക്കിയപ്പം ഈ സ്ത്രീ വളരെ സൗമ്യതയോടെ അവൾ വന്നിട്ട് അവളുടെ വേഷമൊക്കെ മാറ്റിയിട്ട് അവൾ പോയി അയാൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ മനുഷ്യൻ വന്ന് അവളുടെ കാൽക്കൽ വന്നിരുന്നു, ഫൊർഗീവ് മീ, നീ സേവിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ആ മനുഷ്യനൊരു ടോട്ടൽ ചേഞ്ച്. ആ മനുഷ്യൻ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വായിക്കാനും അറിയത്തില്ല, ഒരു ഭാഷ അറിയത്തില്ല. ഈ സ്ത്രീയാണ് വേദപുസ്തകം വായിക്കാൻ പോലും പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആരായി? ദ ഫേമസ് ഇവാഞ്ചലിസ്റ്റ് സ്മിത്ത് വിഗിൾസ്വർത്ത്. സ്മിത്ത് വിഗിൾസ്വർത്തിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. ആ സ്മിത്ത് വിഗിൾസ്വർത്ത് പാസ്റ്ററിനൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. മോർ ദാൻ 14 പീപ്പിളിനെ ഹി റേസ്ഡ് ഫ്രം ദ ഡെഡ്. അത്ര കഴിവുള്ള, നോക്കിക്കേ, ഒരു ഭാര്യയുടെ ജീവിതം കൊണ്ട് വരുത്തിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ. കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിനെ പണിയുവാൻ തക്കോണം. എത്രയൊക്കെ കോപിഷ്ഠനാണെങ്കിലും ഏതെല്ലാം സ്വഭാവം എനിക്കെങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും, എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് ബിൽഡ് ചെയ്യുവാനായിട്ട്. അപ്പോൾ തിരിച്ചും അദ്ദേഹം ഈ ഭാര്യയുടെ സ്വഭാവം കാണുമ്പോൾ ഈ ഭാര്യയെ ബിൽഡ് ചെയ്യാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എ വൈസ് വുമൺ ബിൽഡ്സ് എ ഹൗസ്, എ ഫൂളിഷ് വുമൺ ടേഴ്സ് ഇറ്റ് ഡൗൺ. നമുക്കൊരു ഫൂളിഷ് വുമണായിട്ടിരിക്കാനായിട്ട് താല്പര്യമില്ല. പെട്ടെന്ന് ഞാൻ പോവാം. 6th പോയിന്റ്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ തരണം ചെയ്യുവാനായിട്ട് കഴിവില്ലാത്ത അവസ്ഥ.
പല ജീവിതത്തിൽ എല്ലാം നല്ലതായിട്ട് പോകുമ്പം എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് തകർന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ആകപ്പാടെ പോയ ഒരവസ്ഥയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം. ഇതെല്ലാം ഓരോന്ന് പറയുമ്പോൾ ഓരോന്നോരോന്ന് ദൈവം എന്നെ ഓർപ്പിക്കുന്നത് ഞാനങ്ങ് പറയുക. ഞാൻ ഒരു രോഗത്തിൻ്റെ കാര്യം ഇതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ രണ്ടുപേർക്കായി ഒരിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ കൈയുടെ വിരലിൻ്റെ ഇടയിൽ ഗ്യാപ്സ് ഇട്ടേക്കുന്നതിൻ്റെ കാര്യം എന്തിനാണെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ വായിച്ചത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബൈബിളിലുള്ള കാര്യമല്ല പറഞ്ഞേക്കുന്നത്. നമ്മുടെ തക്ക തുണ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. അവിടെ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വേദനകളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു കുടുംബവും ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ചോദിച്ചാൽ ഇവിടെ ഉള്ള എല്ലാവരും കൈപോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ വേദനയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും കടന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെപ്പോഴും നോക്കുമ്പോൾ അയ്യോ സാലിയുടെ വീട് കണ്ടോ, എന്ത് നല്ലതാണ്, അവർക്ക് എന്തോ ഒരു സന്തോഷം അവരുടെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലോ, അയ്യോ ലിസിസിൻ്റെ വീട് കണ്ടോ. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും പുറമേ ഉള്ളത്. പക്ഷെങ്കിൽ ഇവരുടെ ജീവിതത്തിന് അകത്ത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കാർക്കും അറിയത്തില്ല. അപ്പം ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത്, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഒരു നല്ല സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഹസ്ബൻഡ്, സമയമായോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് നിർത്താം. അപ്പം ഈ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ഇവർക്ക് ഒരു അസുഖം വന്നിട്ട് അവിടെ കൈയെല്ലാം ദേഹം മുഴുവനും അങ്ങ് വിരൂപമാകാൻ തുടങ്ങി. ഒരു സ്കിൻ ഡിസീസ് ഒക്കെ പിടിച്ചു. അപ്പോൾ ഈ ഹസ്ബൻഡ് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് ട്രിപ്പിന് പോകണമായിരുന്നു. ബിസിനസ് ട്രിപ്പിന് പോയിട്ട് അദ്ദേഹം വരുന്ന വഴിക്ക് ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് വന്നിട്ട് തിരിച്ചു വന്നപ്പം ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. കണ്ണും കാണത്തില്ല. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഈ ഭാര്യ ഷീ ടു ഗുഡ് കെയർ ഓഫ് ഹിം. ഇത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ അങ്ങ് വൃത്തികേടായിട്ട് ആ സ്കിൻ ഡിസീസ് വന്ന് മുഖത്തൊന്നും നോക്കാനും കൊള്ളത്തില്ല, ആ രീതിയിലായി. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പം ഈ ഹസ്ബൻഡ് കണ്ണ് കാണത്തില്ലല്ലോ, ഷീ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിം. ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ദ വൈഫ് ഡൈഡ്. ഈ അസുഖം വന്നങ്ങ് മരിച്ചു. അപ്പോൾ വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് കെയിം ആൻഡ് ആസ്ക്ഡ് ഹിം, ബ്രദർ യു ആർ ബ്ലൈൻഡ്, വിതൗട്ട് ഹെർ ഹൗ ആർ യു ഗോയിങ് ടു സർവൈവ്? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ എന്താ അറിയാമോ? ആക്ച്വലി ഐ എം നോട്ട് ബ്ലൈൻഡ്, എനിക്ക് എൻ്റെ കണ്ണ് കാണാം. പക്ഷേ എൻ്റെ കണ്ണ് കാണാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും. അവളിങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്ന അവളുടെ ജീവിതം കാണുമ്പം എനിക്ക് വിഷമം ഉണ്ടാവുമെന്നറിഞ്ഞ് അവൾക്ക് വിഷമം വരാനിടയാവും. അതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ എനിക്ക് കണ്ണ് കാണാൻ വയ്യെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുമായിരുന്നു. നോക്കിക്കേ, അങ്ങനെ പറയാനായിട്ട് നമുക്ക് കഴിയുമോ? ഞാൻ പെട്ടെന്ന് ഒരു പോയിന്റ് പറയാം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏഴാമതായിട്ടുള്ള കാര്യം പ്രൈഡ് വന്നിട്ട് നമുക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ പറഞ്ഞതാ ശരി, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി വിത്ത് വാട്ട് യു സെഡ്, ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി. എന്തെങ്കിലും വഴക്കുണ്ടായിട്ട് സോറി പറയത്തില്ല. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം നോക്കിക്കേ. ആദാമും ഹൗവായും അവിടെ പാപം ചെയ്തിട്ട് അവരെ തോട്ടത്തിൽ നിന്ന് പോയി. പക്ഷെങ്കിൽ നമ്മുടെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. കർത്താവിൻ്റെ കൃപ. മനുഷ്യനാണ് പാപം തെറ്റൊക്കെ ചെയ്ത്, പക്ഷേ എന്നിട്ടും ദൈവം അതെല്ലാം ക്ഷമിച്ച് ദൈവത്തിൻ്റെ പുത്രനെ വിട്ടു. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാണോ കൂടുതൽ ആത്മീയതയുള്ളത് ആ വ്യക്തി മറ്റേ വ്യക്തിയോട് ക്ഷമിക്കുവാൻ തയ്യാർ. അങ്ങനെ ഒരു തീരുമാനം എടുക്കോ? നമ്മൾ പറയും എൻ്റെ ഭർത്താവിന് അത്രയൊന്നും ഒരു ആത്മീയതയൊന്നുമില്ല, ഈ പറയുന്നതൊക്കെ ഉള്ളൂ. നോ, ഇഫ് യു തിങ്ക് ദാറ്റ് യു ആർ മോർ സ്പിരിച്വൽ, യു ഷുഡ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സേ സോറി ടു യുവർ ഹസ്ബൻഡ് ഓർ ടു യുവർ വൈഫ്. ഞാൻ സമയം ഇനി എടുക്കുന്നില്ല, സമയം കഴിഞ്ഞു. ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, സാരമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം, ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ടോ? സമയമായോ? ശരി, എന്നാൽ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് ഈ എടുത്ത തീരുമാനത്തിൻ്റെ മുമ്പിൽ നമ്മളെ നിന്ന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്നത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ ഈ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കോണം കർത്താവെ എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു വൈസുമണായിട്ട് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ പണിയുന്ന ഒരു സ്ത്രീയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും, അതുപോലെ തന്നെ ഒരു സ്ത്രീയെ പണിയുന്ന പുരുഷനാക്കിയും കർത്താവ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന സമയത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കേട്ട വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനിടയാകട്ടെ. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ, ആമേൻ.